ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സെൽഫ് കെയർ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിന്ന് മുടിയിൽ ഇച്ചിരി താളിയെല്ലാം തേച്ച് അങ്ങനെ സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ മുഖത്തൊരു ഫേസ് പാക്ക് പോലെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമോയെന്ന് അറിയത്തില്ല, എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ ഫസ്റ്റിലേ ചെയ്യാൻ പോകുന്നത് താളി അരയ്ക്കാനാണ്. അപ്പം താളി അരയ്ക്കാനായിട്ട് നമ്മൾ ഇവിടെ ചെമ്പരത്തിയുടെ ഇല പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ 2 ചെമ്പരത്തിയും പറിച്ചിട്ടുണ്ട്. ചെമ്പരത്തി ഇടുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് തലയിൽ തേച്ചൊരച്ച് നല്ലോണം കഴുകുക. പിന്നെ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ഫേസ് പാക്കാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ചെയ്യുന്നത് കോഫിയുടെ ഫേസ് മാസ്ക് ആണ്, അതായത് ബ്രൂവിൻ്റെയാണ് ഉദ്ദേശിക്കുന്നത്. ബ്രൂവിൽ ലേശം പാലോ അതിൻ്റെ പഞ്ചസാര എന്തേലും വേണമെങ്കിൽ ഇടാം. ഞാൻ പാല് മാത്രമേ ഇടാറുള്ളൂ. എന്നുവെച്ചാൽ അത് മുഖത്ത് വെച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളയാം. നല്ലൊരു എഫക്റ്റാണ് ശരിക്കും പറയാൻ കോഫിക്ക്. നമുക്ക് ചെമ്പരത്തിയില പറിക്കാനായിട്ട് ദൂരത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ചെമ്പരത്തിയിലെല്ലാം പറിക്കാനുള്ളത്, മുടി തേക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ചെമ്പരത്തി ഇല പോലെ തന്നെ ഏറ്റവും നല്ല അടിപൊളി ഒരു സാധനമാണത് മുടിക്കൊക്കെ, ചെമ്പരത്തി പൂവെന്ന് പറയുന്നത്. അപ്പം എല്ലാവരും അങ്ങനെ തേക്കാറുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാനത് തേക്കാറുണ്ട്. താളി അരയ്ക്കുമ്പോൾ ചെമ്പരത്തി ഇലയുടെ കൂടെ ഞാൻ ഈ ചെമ്പരത്തി പൂവും കൂടെ ഞാൻ മിക്സ് ചെയ്യാറുണ്ട്. നല്ല ഗുണമാണത്. അപ്പം ഞാനത് പറിച്ചിട്ട് വരുന്ന വഴിയാണ്. പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര പീസ്ഫുള്ളാണ്. ഇവിടെ ഒരു അത്യാവശ്യം കുറച്ച് തണലൊക്കെ ഉണ്ട്. ഇരിക്കുന്ന ഈ ഒരു സ്ഥലം ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, ഞാനും എൻ്റെ അനിയത്തിയും കൂടിയിട്ട്. ഇവിടെ ഇരിക്കാനൊക്കെ ഭയങ്കര തണലായതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയൊരു സെറ്റപ്പാണ്. പിന്നെ നമ്മൾ ചെമ്പരത്തിയില, ഇപ്പം എല്ലാ ചെമ്പരത്തിയിലയും നല്ല ഇല ആവണമെന്നില്ല. ചിലതിലൊക്കെ ചിലപ്പോൾ പുഴുവെല്ലാം ഉണ്ടെങ്കിലോ മോശമായ ഇലകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് നോക്കി വെവ്വേറെ ആക്കി വെക്കണം. അപ്പം നമ്മൾ വിചാരിച്ച് വീടിനുള്ളിൽ കയറ്റുന്നതിന് മുന്നേ നമുക്ക് ഇവിടുന്നേ ഇലയെല്ലാം നോക്കി നല്ല ഇല മാത്രം നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോയി മിക്സിയിലിട്ട് അരച്ചാൽ മതിയല്ലോ. ഞാൻ മിക്സിയിലാണ് അരയ്ക്കുന്നത്, കാരണം മടിയായതുകൊണ്ടാണ്. പണ്ട് കലി അരയ്ക്കുമായിരുന്നു, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അരച്ചില്ല. ഇത് നമ്മുടെ മുറ്റത്ത് വരുന്ന വഴിക്ക് കണ്ടതാണ് പാഷൻ ഫ്രൂട്ട്. പണ്ട് ഞാനിതിനെ ഫാഷൻ ഫ്രൂട്ട് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതും എടുത്തു. അങ്ങനെ നമ്മൾ വിചാരിച്ച് എന്തായാലും ബ്രേക്ക് ടൈമിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പം നമുക്ക് ജാറൊക്കെ കഴുകി, നമ്മുടെ ഇഞ്ചാന്ന് പറയും, അത് നമ്മൾ ഈ താളി അരയ്ക്കുമ്പം തേക്കുന്നൊരു സാധനമാണ്. ഇതാണ് സാധനം. ഈ സാധനം നമ്മൾ ജാറിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യും ചെമ്പരത്തി ഇലയുടെ ഒപ്പം നമ്മൾ. അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം അതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിക്കണം. മുറിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മിക്സി പോകാനുള്ള സാധ്യതകൾ കൂടുതലാട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെറുതായിട്ട് മുറിച്ചിട്ട് വേണം മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിൽ അടിക്കാൻ. കലയിട്ടാണെങ്കിൽ ജസ്റ്റ് ചതച്ചാൽ മതി. ഒരു വലിയ ഉണ്ടക്കല്ലൊക്കെ എടുത്ത് കലയിട്ട് ചതയ്ക്കുന്നത്, അതാണ് ഏറ്റവും എഫക്റ്റീവ് കലയിട്ട് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ മടി കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ കൊണ്ടുവന്ന ഇലയും പൂവെല്ലാം ഇട്ട്, പിന്നെ നമുക്ക് ഇച്ചിരി വെള്ളവും ചേർത്ത് നമുക്കത് മിക്സിയിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കണം. നല്ലോണം അടിയണം, മീൻസ് നല്ലൊരു പേസ്റ്റ് പോലെ ആവണം. ഇലയോ നമ്മളെ ഇഞ്ചയോ അതൊന്നും ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കാൻ പാടില്ല. നല്ല ലൂസായിരിക്കണം സംഭവങ്ങൾ. അപ്പോൾ നമ്മളിത് അരിച്ചെടുക്കുന്നതാണ് ഇനി കാണാൻ പോകുന്നത്. അരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെടുത്ത സാധനങ്ങൾ എടുത്തിട്ട് തന്നെ വെക്കുക, ഇല്ലെങ്കിൽ ലമ്പിടുമ്പോൾ നമുക്കിട്ട് കിട്ടും. അതുകൊണ്ട് ആദ്യം തന്നെ അത് ചെയ്യുകയാണ്. നമ്മൾ മിക്സി എവിടെ നിന്നാണോ എടുത്തത് അവിടേക്ക് വെക്കുന്നു. പിന്നെ നമ്മൾ ഒരു പാഷൻ ഫ്രൂട്ട് കൊണ്ടുവന്നായിരുന്നല്ലോ, അത് നമ്മളൊന്ന് മുറിച്ച് നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. എന്നിട്ട് പാഷൻ ഫ്രൂട്ട് നമ്മൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മുറിച്ച് അതിലേക്ക് ലേശം പഞ്ചസാര ഇടാണ്ടോ നമുക്ക് വേണേൽ കഴിക്കാം. ഇടാണ്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവ്. പക്ഷേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാര ഇട്ടിട്ടാണ് കഴിക്കാറ്. അപ്പം ഞാൻ നിങ്ങളെ എല്ലാവരെയും കൂടെ ഒന്ന് കാണിച്ചു തരാമല്ലോ ഈ പാഷൻ ഫ്രൂട്ട് എന്ന് വിചാരിച്ചിട്ട് ക്യാമറയുടെ അടുത്തേക്ക് അടുപ്പിച്ചതാണ്. പക്ഷേ കുറേ ഉറ്റി അവിടെ നിലത്തൊക്കെ വേണം. അവസാനം ഞാൻ തന്നെ തുടക്കേണ്ടി വന്ന്, കാരണം അമ്മ വന്ന് കണ്ടാൽ നമുക്ക് നല്ല പ്രശ്നമായതുകൊണ്ട്
എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ അതെല്ലാം മിക്സ് ചെയ്ത് ആക്കുന്ന ഒരു വീഡിയോ ആണിത്. വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ ചെമ്പരത്തി ഇലയോ താളി അരച്ച് തേക്കുന്നതൊക്കെ അടിപൊളിയാ. മുടി വളരുകയും ചെയ്യും, മുടി കൊഴിച്ചിൽ നിൽക്കും, അങ്ങനത്തെ പല പല ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ പാഷൻ ഫ്രൂട്ടിനും ഭയങ്കര ഗുണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ശരിക്കും ഗുണമുണ്ട്. ഞാനങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും പാഷൻ ഫ്രൂട്ടൊക്കെ കുടിക്കാറുള്ളൂ. കാരണം എന്താ വെച്ചാൽ അത് പോയി പിറക്കണം, എന്നിട്ട് അരിയണം. അതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടായതുകൊണ്ട് ഞാൻ ഒന്നും നിൽക്കാറില്ല. കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി ഗൈസ്. പക്ഷേ ഞാൻ 2 സ്പൂണൊക്കെ ഇട്ടെന്ന് തോന്നല്ലേ. എന്നിട്ട് നല്ലോണം മിക്സ് ഇറ്റ് ആൻഡ് കുടിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തൊക്കെ എനിക്ക് തൊണ്ടവേദന സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കളിക്കുന്നത് തന്നെ. അപ്പം ടേസ്റ്റ് ചെയ്തപ്പോൾ കൊള്ളാമായിരുന്നു. കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്യാനല്ലോ, ഓൾറെഡി പാഷൻ ഫ്രൂട്ടിന് ടേസ്റ്റ് ഉണ്ടല്ലോ. പക്ഷെ എന്നാലും ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കൈപ്പുണ്യമാണ്. ഇതാണ് നമ്മൾ അരച്ച് വെച്ച താളി തേക്കേണ്ട ടൈമായിട്ടുണ്ട്. അപ്പം നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നിന്നൊന്നുമല്ല, നമ്മൾ അലക്കല്ലിൻ്റെ പുറത്ത് അങ്ങ് മൂലയ്ക്കാണ് നമ്മൾ താളി തരുന്നത്. കാരണം ഇത് മൊത്തം അഴുക്കാവും വീട്ടിൻ്റെ പരിസരമൊക്കെ. അങ്ങ് ദൂരെ മാറിയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ താളി നല്ലോണം തേച്ച് നല്ലോണം തലയുറച്ച് കഴുകണം. നല്ലോണം തലയുറച്ച് കഴുകണം, എന്നാലാണ് നമ്മൾ കിട്ടുക. അപ്പോൾ കുറച്ച് മുടിയെല്ലാം കുറച്ചധികം കൊഴിഞ്ഞു പോകും, പ്രശ്നമാക്കണ്ട. പിന്നെ നമ്മൾ ഫേസ് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഞാൻ പാലും നമ്മുടെ മറ്റേ ബ്രൂവിൻ്റെ കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചായിരുന്നു. അത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം അത് നമ്മൾ കഴുകി കഴിയാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഫേസ് കെയറും ഹെയർ കെയറും. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.